നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. 2024 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ഇനി ബീഹാറിലും അതുപോലെ BJP പരാജയപ്പെടാൻ സാധ്യതയുള്ള മറ്റിടങ്ങളിലും ഇനിയും ആവർത്തിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇത്തരം മാച്ച് ഫിക്സഡ് തെരഞ്ഞെടുപ്പുകൾ ഏതൊരു ജനാധിപത്യത്തിനും അപകടകരമാണെന്നും ദേശീയ ദിനപത്രത്തിൽ വന്ന ലേഖനത്തിൽ രാഹുൽ ഗാന്ധി കുറിച്ചു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണം ബാലിശമാണെന്നും പരീക്ഷയിൽ തോറ്റ കുട്ടിയുടേതിന് തുല്യമാണെന്നും BJP ആരോപിച്ചു. 2024 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാരിൽ നിന്ന് അനുകൂലമല്ലാത്ത വിധിയുണ്ടായാൽ പക്ഷപാതപരമാണെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് തികച്ചും അസംബന്ധമാണെന്നും കമ്മീഷൻ പ്രതികരിച്ചു. 2024 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ നിലനിൽക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വീണ്ടും ചോദ്യവുമായി രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്നും പേരോ ഒപ്പോ ഇല്ലാത്ത കുറിപ്പ് പുറത്തുവിടുന്നത് ഗൗരവമേറിയ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനുള്ള മാർഗമല്ലെന്നും രാഹുൽ എക്സിൽ കുറിച്ചു. നിങ്ങൾക്ക് ഒന്നും മറച്ചുവെക്കാനില്ലെങ്കിൽ തൻ്റെ ലേഖനത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി അത് തെളിയിക്കണമെന്നും മഹാരാഷ്ട്രയിലടക്കം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടർ പട്ടിക ലഭ്യമാക്കണമെന്നും പോളിംഗ് ബൂത്തുകളിലെ വൈകിട്ടത്തെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. കാട്ടുപന്നിക്കായി വെച്ച കെണിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് 15കാരൻ മരിച്ചു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് വഴിക്കടവ് വെള്ളക്കട്ടയിലാണ് സംഭവം. സുരേഷ് ശോഭ ദമ്പതികളുടെ മകനും മണിമൂളി CKHS 10ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ജിത്തു എന്ന് വിളിക്കുന്ന അനന്തുവാണ് മരിച്ചത്. മീൻ പിടിക്കാൻ പോയപ്പോഴാണ് അപകടമുണ്ടായ. ബന്ധുക്കളായ 5 പേരാണ് മീൻ പിടിക്കാൻ പോയത്. ജിത്തുവിനൊപ്പം ഉണ്ടായിരുന്ന ഷാനു, യദു എന്നിവർ പരിക്കേറ്റ് ചികിത്സയിലാണ്. പന്നിക്കണിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി UDF. റോഡ് ഉപരോധിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. മുസ്ലിം ലീഗ്, കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധിക്കുന്നത്. അനധികൃതമായി കെണിവെക്കാൻ KSEB ഒത്താശ ചെയ്യുന്നുവെന്നും വിദ്യാർത്ഥികളുടെ മരണത്തിൽ സർക്കാർ മറുപടി പറയണമെന്നുമാണ് UDF ആവശ്യപ്പെടുന്നത്. വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് 15കാരൻ മരിച്ച സംഭവം ഗവൺമെന്റ് സ്പോൺസേഡ് മർഡറാണെന്ന് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാവുമായ ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. KSEBയുടെ അനുവാദത്തോടുകൂടി നടക്കുന്ന സംഭവങ്ങളാണ് ഇതെന്നും വന്യമൃഗശല്യത്തിന്റെ രക്തസാക്ഷി കൂടിയാണ് അനന്തുവെന്നും ഷൗക്കത്ത് പറഞ്ഞു. വഴിക്കടവിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കെണിയിൽ നിന്നാണെന്നും വനം വകുപ്പിനോ സർക്കാരിനോ പങ്കില്ലെന്നും വനം വകുപ്പ് മന്ത്രി AK ശശിധരൻ പറഞ്ഞു. അപകടം നടന്നത് ഖേദകരമാണെന്നും സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്നും